ടുഡേ ലെറ്റ്സ് ഗോ ഫോർ ആൻ ഇവന്റ്. അങ്ങനെ 6 മണിയാകുമ്പോൾ നമ്മൾ ട്രെയിൻ കയറി കാഴ്ചകളും കണ്ട് മഴയും കണ്ട് പുസ്തകം വായിച്ച് ഫൈനലി 5 hours ജേർണിക്ക് ശേഷം നമ്മൾ കൊച്ചി എത്തിയിരിക്കും. നല്ല വിശപ്പായതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ പോയത് ഇവിടേക്കാണ്. എറണാകുളം വന്നാൽ അഫോർഡബിൾ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അവിടുന്ന് 30 രൂപയുടെ ഒരു ഊണ് വാങ്ങിക്കഴിച്ച് അടുത്ത ബസ് കയറി നേരെ ഹൈക്കോർട്ടിലേക്ക്. നമ്മുടെ ഇവന്റ് 2:30 അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമുള്ളതുകൊണ്ട് ജസ്റ്റ് മറൈൻ ഡ്രൈവ് ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ മഴ ആസ്വദിച്ച് നടന്ന കപ്പിൾസിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ ഇടയിൽ കൂടി ഞാനൊരു ഒറ്റ വെയിനെ പോലെ ഇങ്ങനെ നടന്നു. കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നു. അപ്പോഴാണ് മറ്റൊരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ വഴി വെച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് ബസ് സ്റ്റോപ്പ് മാറിപ്പോയായിരുന്നു. പിന്നെ കറക്റ്റ് ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ച് അടുത്ത ബസ്സിൽ കയറി നമ്മൾ നേരെ പോയത് വെളിയത്താംപറമ്പ് എന്നൊരു അതിമനോഹര ഗ്രാമം. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടക്കണം നമ്മുടെ ഇവന്റ് നടക്കുന്ന സ്പോട്ടിലെത്താൻ. ആദ്യം നടക്കാൻ തീരുമാനിച്ച ഒരു അബദ്ധമായോ എന്നൊരു സംശയം തോന്നിയെങ്കിലും പിന്നെ കാഴ്ചകൾ മാറി വന്നപ്പം ഒരിക്കലുമല്ല എന്ന് മനസ്സിലായി. അങ്ങനെ 2 സൈഡും കായലും ഒത്ത നടക്കൊരു കുഞ്ഞു റോഡും ഒക്കെ ആയിട്ടുള്ള ഈ സ്ഥലത്തോടെ നടക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, പുത്തൻകടപ്പുറം ചോർച്ച്. എന്നപ്പോ തന്നെ 2 ആൾ ആദ്യമേ അവിടെ പ്രസന്റ് ആയിരുന്നു. ഇനി എന്താണ് ഇവന്റ് എന്ന് പറയാം. We are here as part of Think Kerala to study the challenges faced by people living in coastal regions of Kerala. ഇനി എന്താണ് Think Kerala? 2047 കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വരുത്താം എന്ന് പഠിക്കാൻ ഇറങ്ങിയ ഒരു യൂത്ത് ഓർഗനൈസേഷൻ ആണ് Think Kerala. If you want to know more about us, just Google. ഇനി ഈ ചെരുപ്പില്ലാണ്ട് നടക്കുന്ന മനുഷ്യനാണ് മനോജ് സാർ. നമ്മുടെ കോസ്റ്റൽ റീജിയൻസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ടൽക്കാടുകളും അവ നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യകതയെയും ഒക്കെ പറ്റി സാർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്താണ്. ക്ലാസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് Think Kerala സോഷ്യൽ മീഡിയ പേജസിൽ കാണാവുന്നതാണ്. ആക്ച്വലി ഇറ്റ് വാസ് മോർ ലൈക്ക് എൻ നേച്ചർ വോക്ക് ദാൻ എ ക്ലാസ്. ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ച് എറണാകുളം വന്നപ്പോഴേക്കും എന്റെ ട്രെയിൻ മിസ്സായി. സ്വാഭാവികം. പിന്നെ കല്ലൂര് പോയി ഒരു ഫ്രണ്ടിനെ കണ്ട്. അങ്ങനെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആൾ എനിക്ക് റോയൽ ബേക്കേഴ്സിൽ നിന്ന് ഷവർമയൊക്കെ വാങ്ങി തന്നു. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദ പീപ്പിൾ ഇൻ മൈ ലൈഫ്. അങ്ങനെ അവിടെ നിന്ന് ബൈ പറഞ്ഞ് 4 മണിയുടെ കേരള 8:30 എത്തിയപ്പോഴേക്കും അതിൽ കയറി 1 മണിയായപ്പോൾ നമ്മൾ തിരിച്ചു തിരുവനന്തപുരം. സോ ബൈ.